പി.വി. അൻവറിനെ ഒന്ന് മയപ്പെടുത്തി UDF-ന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് സ്വാഭാവികമായും അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ്. കാരണം മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുമായിട്ടാണ് ഒരു മധ്യസ്ഥർ എന്ന രീതിയിൽ ഈ കോൺഗ്രസുമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയും അതോടൊപ്പം തന്നെ അൻവറിനെ മയപ്പെടുത്തി UDF-ന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരികയും ചെയ്തത്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുള്ളത് അദ്ദേഹം ഉന്നയിക്കുന്ന പിണറായി വിരുദ്ധ CPM വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാതൽ കണ്ടിട്ടാണ്. അത്തരത്തിൽ ശക്തമായി അദ്ദേഹത്തിനെതിരെ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനുമെതിരെ പറയാൻ തൻ്റെ ഇടമുള്ള ഒരു നേതാവ് എന്ന നിലയിലാണ് ഒരു പ്രസക്തിയാണ് ഇപ്പോൾ ഈ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ UDF-ഉം പി.വി. അൻവറിന് കൽപ്പിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാകും എന്നുള്ളത് നമ്മൾ ചേലക്കരയിൽ കണ്ടതാണ്. ഏതാണ്ട് 3,900 വോട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ചേലക്കരയിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനപ്പുറത്തേക്കൊന്നും അത് മാത്രമല്ല അദ്ദേഹം ആദ്യം CPM-ൽ നിന്ന് ഡിസെൻഡ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ പൊതുയോഗം നടത്തിയപ്പോൾ നമ്മൾ ആൾക്കാരെ കണ്ടതാണ്. അത് ഓരോ സമയം കഴിയുമ്പോഴും ഓരോ പൊതുയോഗം കഴിയുമ്പോഴും ഓരോ സമരങ്ങൾ കഴിയുമ്പോഴും എല്ലാം തന്നെ അതിനകത്ത് ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്ന കാഴ്ചയുമാണ്. അതുകൊണ്ട് പി.വി. അൻവർ എന്ന് പറയുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുടെ രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് നിലമ്പൂർ മണ്ഡലത്തെയോ കേരളത്തിലെ രാഷ്ട്രീയത്തെയോ ഏതെങ്കിലും രീതിയിൽ നിർണായകമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ശക്തിയല്ല എന്ന് ആർക്കും അറിയാം, അത് കോൺഗ്രസിനും അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അവസരം മുന്നിൽ വെച്ച് ഏറ്റവും നിർണായകമായ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നതിന് മണിക്കൂറുകൾ മുന്നിൽ വെച്ച് ഇത്തരത്തിലൊരു ബാർഗൈനിങ് നടത്തുന്നു. ആ വിലപേശലിന് വഴങ്ങിയാൽ പിന്നീട് പി.വി. അൻവറിനെ പിടിച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ പി.വി. അൻവറിൻ്റെ അടുത്ത ഡിമാൻഡിന് കൂടി വഴങ്ങേണ്ടി വരും എന്നൊരു തോന്നൽ സ്വാഭാവികമായും കോൺഗ്രസിനുണ്ട്. ഒരുപക്ഷെ ഇനി വൈകിട്ട് നടക്കുന്ന ഈ യോഗത്തിനകത്ത് പി.വി. അൻവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ എത്രമാത്രം സ്വാധീനിക്കും എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പി.വി. അൻവർ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ സ്വാഭാവികമായും നിലമ്പൂർ മണ്ഡലത്തിൽ UDF വെക്കാൻ വേണ്ടി പോകുന്നില്ല. അത് ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും ആ സ്ഥാനാർത്ഥി. അത് പി.വി. അൻവർ പിന്തുണച്ചാലും പി.വി. അൻവർ പിന്തുണച്ചില്ലെങ്കിലും പി.വി. അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാലും പി.വി. അൻവർ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയെ വെച്ച് മത്സരിപ്പിച്ചാലും എന്തായാലും ഈ തീരുമാനത്തിൽ മാറ്റം വരാൻ സാധ്യതയില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത്. ശരി, എന്തായാലും പി.വി. അൻവറിൻ്റെ രാഷ്ട്രീയ കൗശലമാണോ അതോ കോൺഗ്രസിൻ്റെ ഇത് ഞങ്ങൾ തീരുമാനിക്കുന്ന മുറയ്ക്ക് മുന്നോട്ട് പോകുമെന്ന ആത്മവിശ്വാസമാണോ നിലമ്പൂരിൽ കൂടുതൽ പ്രാവർത്തികമാക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.